ചില ദൈവങ്ങൾക്ക് കോഴിയാണ് ഇഷ്ടം, ചില ദൈവങ്ങൾക്ക് ആട്, ചില ദൈവങ്ങൾക്ക് മദ്യം. എന്താ മനുഷ്യൻ കണ്ടില്ലേ, അവന് ഇഷ്ടപ്പെട്ട ടേസ്റ്റിനനുസരിച്ചിട്ട്, അവന് ഇഷ്ടപ്പെട്ട രീതിക്ക് അനുസരിച്ചിട്ട് ദൈവങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലോ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന് ലൈക്ക് വേണം, കൊമന്റ് വേണം, ഷെയർ വേണം എന്നുള്ള രീതിയിലടക്കം മനുഷ്യൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ദൈവം അങ്ങനെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഒരു സെന്റിമെന്റ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ വയസ്സായ അച്ഛനും അമ്മനെ, ഇല്ലെങ്കിൽ ആർക്കും സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമില്ലാത്തവരെ കാണിച്ചിട്ട് അതൊരു ട്രെൻഡ്. മനുഷ്യൻ, അതായത് മനുഷ്യൻ തന്നെ തരംതാന്ന് വീട് നശിച്ചു പോകുന്ന ദൈവത്തിനെ അതുപോലെ തന്നെ കാണിക്കുകയാണ്. എന്താണ് ഇവർ എപ്പോഴാണ് മാറുക എന്നുള്ളത് തന്നെ ആർക്കും തന്നെ ഒന്നും അറിയില്ല അത്രയ്ക്ക്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് മനുഷ്യന് ഇതിൻ്റെ എല്ലാം ആവശ്യം എന്താ ഉള്ളത്? മനുഷ്യന് ഏറ്റവും വലുത് വേണ്ട ആത്മവിശ്വാസം, പിന്നെ കഷ്ടപ്പെടാനുള്ള ഒരു ധൈര്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ മതി, അവൻ അവിടെ ജയിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഹൈ ലെവലിൽ പോകും. ദൈവത്തിന് ഇത്രയ്ക്ക് അങ്ങോട്ട് തരം താഴ്ത്തരുത്. ദൈവം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന്. നിന്റെ മുന്നിലല്ല, നിന്റെ കൂടെ തന്നെ ഞാനുണ്ട്, നിന്നിൽ തന്നെ ഞാനുണ്ട് എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നമ്മൾ നന്നേ മനസ്സിലാക്കിയാൽ മതി. മനസ്സുകൊണ്ടൊന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം പറഞ്ഞിട്ടുണ്ട്, കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, നിന്റെ കൂടെ തന്നെ ഞാനുണ്ട്. നിന്റെ ഏറ്റവും ഒരു വിശ്വാസമായിട്ട്, ആത്മവിശ്വാസമായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട് എന്നുള്ള കാര്യം.